യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ബി.ജെ.പിയിൽ. അഖിൽ ഓമനക്കുട്ടനാണ് ബി.ജെ.പിയിൽ ചേർന്നത്. പത്തനംതിട്ട കുന്നന്താനത്ത് നടന്ന ചടങ്ങിൽ ബി.ജെ.പി പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വി.എസ്. സൂരജ് ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. ഗോകുൽ രമേശ് ചേരുന്നു വിവരങ്ങളുമായി. ഗോകുൽ, പറയൂ. രോഹിണി, കൂടുതൽ പേർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ബി.ജെ.പിയിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സമാനമായിട്ടുള്ള വാർത്തകൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ബി.ജെ.പിയിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട കുന്നന്താനം സ്വദേശിയായിട്ടുള്ള അഖിൽ ഓമനക്കുട്ടനാണ് നിലവിൽ ബി.ജെ.പിയിലേക്ക് വന്നിരിക്കുന്നത്. അഖിൽ ഓമനക്കുട്ടൻ നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. യൂത്ത് കോൺഗ്രസിന്റെ പല പദവികൾ ഇതിനു മുമ്പ് വഹിച്ചിരുന്നതാണ്. പ്രധാനപ്പെട്ട സ്ഥാനത്തിരുന്ന ഒരു നേതാവ് തന്നെയാണ് ഇപ്പോൾ ബി.ജെ.പിയിൽ അംഗമെടുത്തിരിക്കുന്നത്. ഈ ചടങ്ങ് അല്ലെങ്കിൽ ആ സംഘടനയിൽ യൂത്ത് കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളും വിഭാഗീയതയും അതോടൊപ്പം തന്നെ സംഘടനയ്ക്കുള്ളിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളും കാരണമാണ് താൻ ബി.ജെ.പിയിലേക്ക് വരുന്നതെന്നും യൂത്ത് കോൺഗ്രസ് എന്ന സംഘടനയെ ഉപേക്ഷിക്കുന്നതെന്നും അഖിൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ പത്തനംതിട്ട ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള വി.എസ്. സൂരജ് അദ്ദേഹത്തെ ഷാൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു. ജില്ലയിൽ തന്നെ പലയിടങ്ങളിലായിട്ട് ഇതിനോടകം തന്നെ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും ഒക്കെ തന്നെ പ്രമുഖരായിട്ടുള്ള നേതാക്കളും കുടുംബവും ഇതിനോടകം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ബി.ജെ.പിയിലേക്ക് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ഊർജ്ജവും കൂടുതൽ വിജയങ്ങളും സമ്മാനിക്കുമെന്നുള്ള കാര്യത്തിലും ആ ഒരു പ്രതീക്ഷയിൽ കൂടിയിട്ടാണ് ബി.ജെ.പി നേതൃത്വം. രോഹിണി, ശരി. ഗോകുൽ രമേശാണ് വിവരങ്ങൾ നൽകിയത്.